പ്രശസ്ത കവിയും ഒട്ടനവധി ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമായിരുന്നു വയലാർ രാമവർമ്മ. 1928 മാർച്ച് 25 ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ വയലാർ ഗ്രാമത്തിലായിരുന്നു ജനനം. അച്ഛൻ വെള്ളാരപ്പള്ളി കേരളവർമ്മ, അമ്മ വയലാർ രാഘവൻ പറമ്പിൽ അമ്പാലിക തമ്പുരാട്ടി. അദ്ദേഹത്തിന് 3.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ കേരളവർമ്മ അന്തരിച്ചു. ഈ സംഭവത്തിന്റെ പേരിലാണ് അദ്ദേഹം ആത്മാവിലൊരു ചിത എന്ന കവിത എഴുതിയത്. ചേർത്തല ഹൈസ്കൂളിലായിരുന്നു തന്റെ ഔപചാരിക വിദ്യാഭ്യാസം. അമ്മയുടെയും അമ്മാവന്റെയും മേൽനോട്ടത്തിൽ ഗുരുകുല രീതിയിൽ സംസ്കൃത പഠനം നടത്തി. കവി എന്നതിലുപരി സിനിമാ ഗാന രചയിതാവ് എന്ന നിലയിലാണ് വയലാർ കൂടുതൽ പ്രസിദ്ധനായത്. 1000-ൽ പരം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. 1961 സർഗസംഗീതം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. 1974 നെല്ല്, അതിഥി എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ പതക്കവും നേടി വയലാർ. വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിലൂടെ അനേകം ഗാനങ്ങൾ വയലാർ മലയാളികൾക്ക് സമ്മാനിച്ചു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ദേവലോക രഥവുമായി തുടങ്ങി 600ഓളം ഗാനങ്ങൾ ഈ കൂട്ടുകെട്ടിലൂടെയുണ്ടായി. 1975 ഒക്ടോബർ 27 പുലർച്ചെ 4 മണിക്ക് തന്റെ 47ാമത്തെ വയസ്സിൽ ഗുരുതരമായ കരൾ രോഗം കാരണം മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന മായാത്ത മറയാത്ത ഒരുപിടി ഗാനങ്ങൾ സമ്മാനിച്ച യുഗപ്രഭാവനായ വയലാർ നമ്മെ വിട്ടുപോയി. സംഗമം